ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൂശിതൻ്റെ വഴിയെ ഈ നോമ്പുകാലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ക്രൂശിതൻ്റെ വഴിയെ എന്ന ഈ ഫ്രൈഡേ സീരീസിൽ കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് കുരിശിനടിയിലെ മാതാവിൻ്റെ 7 വ്യാകുലങ്ങളെക്കുറിച്ചാണ്. ഈ വെള്ളിയാഴ്ച ക്രൂശിതൻ്റെ വഴിയിൽ നാം ചിന്തിക്കുന്നത് കുരിശടയാളത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. എന്താ ഈ കുരിശടയാളം? എന്തിനാ ഈ കുരിശ് വരയ്ക്കുന്നത്? കുട്ടിയായിരുന്നപ്പോൾ അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ അടയാള പ്രാർത്ഥന നമുക്ക് വരച്ചു പഠിച്ചതല്ലേ. എന്നാൽ ഇന്ന് നാം പള്ളിയിൽ ചെല്ലുമ്പോൾ, പള്ളികൾ കാണുമ്പോൾ, ആംബുലൻസ് പോകുമ്പോൾ, അല്ലെങ്കിൽ ആശീർവാദങ്ങളുടെ സമയത്ത് ഇനി കിടക്കുമ്പോൾ അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ, അങ്ങനെ പറ്റുന്ന സമയങ്ങളിലൊക്കെ നാം കുരിശ് വരയ്ക്കുന്നവരായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാ ഈ അടയാളം വരയ്ക്കുന്നത്? ഒരിടത്ത് ഒരു മാർക്കിടുക എന്ന് വെച്ചാൽ അതിനെ അടയാളപ്പെടുത്തുക, സ്വന്തമാക്കുക എന്നതിൻ്റെയൊക്കെ പ്രതീകമാണ്. അപ്പോൾ കുരിശടയാളം നാം നമ്മുടെ ശരീരത്തിൽ വരയ്ക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്വന്തമാണെന്നാണ് ഏറ്റുപറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ മതപഠന ക്ലാസ് വീട്ടിലാണ്. അപ്പനും അമ്മയൊക്കെ ആദ്യത്തെ അധ്യാപകരും. അങ്ങനെ വരുമ്പോൾ രാവിലെ കുരിശ് വരച്ച് അപ്പനും അമ്മയ്ക്കൊക്കെ ഉമ്മ കൊടുത്ത് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു ശക്തിയും മാതൃക അനുഭവമൊക്കെ വളരെ വലുതാണ്. ഈ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ അച്ഛാ എനിക്കൊരു കുരിശ് വരച്ച് തരാമോ എന്ന് ചോദിച്ചു വരുന്ന കുട്ടികളുടെയും മുതിർന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ ഈ കുരിശടയാളം ഒരു വലിയ ആനന്ദവും ആശ്വാസവുമാണെന്ന്, അത് അനുഗ്രഹത്തിൻ്റെ മുദ്രയൊക്കെയാണെന്ന് ശീലിച്ചവരിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സത്യം തന്നെയാണ്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള അറിവുകളും അനുഭവങ്ങളൊക്കെയാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് കുരിശടയാളത്തിൻ്റെ ശക്തി എന്താണെന്നും വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും സഭ എന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കേൾക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെയും പരിശുദ്ധ പിതാക്കന്മാരിലൂടെയും വിശുദ്ധരിലൂടെയൊക്കെ തിരുസഭ നമുക്ക് കുരിശടയാളത്തിൻ്റെ ശക്തിയും അർത്ഥമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നാശത്തിൻ്റെ അടയാളമായിരുന്ന കുരിശ് രക്ഷയുടെ അടയാളമായി തീർന്ന വിശുദ്ധ കുരിശിൻ്റെ കഥ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നമുക്ക് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. കുരിശടയാളം ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മുദ്ര വരയ്ക്കുമ്പോൾ വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്ന വിശ്വാസ സത്യങ്ങളുടെ സത്ത എന്ന് വെച്ചാൽ ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, പരിശുദ്ധ ത്രിത്വം എന്നിവ നമ്മുടെ വാക്കുകളിലൂടെയും ആംഗ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പോലും കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നാം മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ കുരിശടയാളത്തെക്കുറിച്ച് സഭ നമുക്ക് 6 സത്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഈ അറിവ് കുറച്ചുകൂടി അർത്ഥം മനസ്സിലാക്കി കുരിശ് വരയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കും. കുരിശടയാളം വരയ്ക്കുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന 6 കാര്യങ്ങൾ. 1. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുന്നു. 2. മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച പ്രസാദവരം പുതിയതാക്കാൻ സഹായിക്കുന്നു. 3. ഈശോയിലുള്ള പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം നാം ഉറപ്പിച്ചു പറയുകയാണ്. 4. ഈശോയുടെ സഹനത്തോടൊപ്പം നമ്മുടെ സഹനങ്ങളെയും ചേർത്ത് വയ്ക്കുമെന്ന് ഉറപ്പ് നാം നൽകുന്നു. 5. പൈശാചിക ശക്തികൾക്ക് എതിരെയുള്ള ശക്തമായ ആയുധവും മുദ്രയുമായി ഇത് മാറ്റപ്പെടുകയാണ്. 6. തെറ്റായ സാഹചര്യങ്ങളെ മറികടക്കാനും ഈശോയുമായുള്ള ബന്ധത്തിൽ ജീവിക്കാനും നമ്മെ കൂടുതൽ ശക്തമാക്കുന്നു. വിശുദ്ധ തെർത്തുല്യൻ, വിശുദ്ധ ജെറോം, വിശുദ്ധ ബേസിൽ എന്നീ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൂടെ ആദിമ നൂറ്റാണ്ട് മുതലേ, കൃത്യമായി പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ട് മുതലേ കുരിശടയാളം വരച്ചു തുടങ്ങുകയും അപ്പോസ്തലന്മാരുടെ കാലത്ത് മാമോദീസയിൽ ഈ അടയാളം ഉപയോഗിക്കുകയും ചെയ്തിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. സഭ കുരിശടയാള പ്രാർത്ഥനയെ കൂദാശ അനുകരണ പ്രാർത്ഥന എന്ന നിലയിലാണ് പഠിപ്പിക്കുന്നത്. വളരെ ലളിതമായ ഈ കൂദാശ അനുകരണ പ്രാർത്ഥന ദിവസത്തിൻ്റെ ഓരോ സമയവും നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. കുരിശടയാളം ചെറുതായാലും വലുതായാലും വരയ്ക്കുമ്പോൾ ഈ രക്ഷാകര മുദ്ര നമ്മെ വിശുദ്ധീകരിക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഓരോ പ്രാവശ്യവും കുരിശടയാളം വരയ്ക്കുമ്പോൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് നാം ക്ഷണിക്കുകയാണ്. നമ്മുടെ പൂർവികർ ചെയ്തതുപോലെ സഭ പഠിപ്പിക്കുന്നു, നമ്മുടെ അനുദിന ജീവിതം കൂദാശകളാലും കൂദാശ അനുകരണങ്ങളാലും വിശുദ്ധീകരിക്കപ്പെടണം. ഓർക്കുക, നമ്മെ വിശുദ്ധീകരിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ചെറിയ കൂദാശ അനുകരണ പ്രാർത്ഥനയാണ് ഈ കുരിശടയാളം. തുടർച്ചയായി കുരിശ് വരയ്ക്കുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം കൂടുതൽ ഉറപ്പിക്കുകയും അവിടുത്തെ പിന്തുടരുവാനുള്ള നമ്മുടെ സമ്മതം നാം നവീകരിക്കുകയോടെയാണ് ചെയ്യുന്നത്. മാമോദീസായിൽ വൈദികൻ ശിശുവിൻ്റെ നെറ്റിയിലും ചങ്കത്തുമൊക്കെ കുരിശ് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? ഇതുപോലെ കുഞ്ഞുനാളിൽ നമ്മയും കുരിശ് വരച്ച് മാമോദീസായിൽ അവിടുന്ന് നമ്മയും സ്വന്തമാക്കി. അന്ന് നമ്മുടെ മാതാപിതാക്കളും തലതൊട്ടപ്പനും തലതൊട്ടമ്മയൊക്കെ നമുക്ക് വേണ്ടി മാമോദീസായിൽ ഏറ്റുപറഞ്ഞ ക്രിസ്തു വിശ്വാസത്തിലുള്ള ആ തീരുമാനം ഇന്ന് എല്ലാ ദിവസവും കുരിശടയാളം വരച്ച് നാം ഉറപ്പിക്കുകയാണ്. ദിവസത്തിൻ്റെ പ്രധാന നേരങ്ങളിൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ ദൈവം നമ്മെ അവിടുത്തെ പടച്ചട്ട ധരിപ്പിക്കുകയും ദൈവം അയക്കുന്ന ദൈവിക സംരക്ഷണത്താൽ നമ്മെ പൊതിയുകയാണ് ചെയ്യുന്നത്. ഇതുവഴി
കുറവുകളിൽ വീഴാതിരിക്കാൻ സാധിക്കുകയും കൃപയിൽ വളരുവാനായിട്ട് ഈ മുദ്ര സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ കൗദാശിക മുദ്ര ജീവന്റെ അടയാളവും നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യവുമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്കിനി മുതൽ അറിഞ്ഞ് കുരിശ് വരയ്ക്കാം. ബന്ധനങ്ങളിൽ പെടാതിരിക്കാൻ, രക്ഷ നേടാൻ ദൈവത്തിൻ്റെ ഈ മുദ്ര നിങ്ങളെയും എന്നെയും ശക്തിപ്പെടുത്തട്ടെ, ബോധ്യമേകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.